ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള സിമ്പിളായിട്ടുള്ള ഒരു വാക്ക് പല കോണ്ടെക്സ്റ്റിൽ പല മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വാക്ക് ഏതാണല്ലേ? ആ വാക്കാണ് ഗെറ്റ്. നമ്മൾ ഇംഗ്ലീഷിൽ വളരെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കല്ലേ ഈ ഗെറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഗെറ്റിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു അർത്ഥം എന്താ? കിട്ടുക, ലഭിക്കുക. ഈ അർത്ഥത്തിലാണ് നമ്മൾ ഗെറ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്. പക്ഷെ അത് മാത്രമല്ല കേട്ടോ, അതല്ലാണ്ട് ഒരുപാട് അർത്ഥത്തിൽ നമുക്ക് ഈ ഗെറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റും. ഗെറ്റ് എന്നുള്ള വെർബ് ഏതൊക്കെ സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നു അതിൻ്റെ ഓരോ എക്സാമ്പിൾസും നമുക്കിവിടെ കാണാം. ആദ്യത്തെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസീവ് അല്ലെങ്കിൽ ഒബ്റ്റെയിൻ. എന്താ അതിൻ്റെ മീനിങ്? ലഭിക്കുക അല്ലെങ്കിൽ നേടുക. നമുക്കതിൻ്റെ രണ്ട് ഉദാഹരണം നോക്കാം. എനിക്ക് എൻ്റെ സുഹൃത്തിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ലഭിച്ചു, ഒരു സമ്മാനം ലഭിച്ചു. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഗെറ്റ് യൂസ് ചെയ്തിട്ട് പറയണേ. ഗെറ്റിന് പകരം വേറെ ഏതെങ്കിലും വാക്ക് യൂസ് ചെയ്താലും നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മളിവിടെ പറയുന്നത് ഗെറ്റ് എന്നുള്ള ഒരു ഒറ്റ വാക്കുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയാന്നുള്ളതാണ്. അപ്പോൾ ഗെറ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് എൻ്റെ സുഹൃത്തിൽ നിന്ന് ഒരു സമ്മാനം ലഭിച്ചു എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? I got a gift from my friend. I got a gift from my friend. ഇവിടെ നമ്മൾ ഗെറ്റ് എന്നല്ല ഗോട്ട് എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗോട്ട് എന്താണ്? ഗെറ്റിൻ്റെ പാസ്റ്റ് ഫോമാണ് ഗോട്ട് എന്ന് പറഞ്ഞാൽ. ഗെറ്റ് കിട്ടുക എന്നാണെങ്കിൽ ഗോട്ട് എന്താണ്? കിട്ടി എന്നാണ്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. കോഴ്സ് പൂർത്തിയായി കഴിഞ്ഞ് നിനക്ക് ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കും. You will get a certificate after completing the course. You will get a certificate after completing the course. ഇവിടെ നമ്മൾ ഗെറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്തത്? എന്തർത്ഥത്തിലാണ് യൂസ് ചെയ്തത്? ലഭിക്കുക, കിട്ടുക, നേടുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിവിടെ ഗെറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഗെറ്റിൻ്റെ അടുത്തൊരർത്ഥം ബിക്കം എന്നുള്ളതാണ്. ബിക്കം എന്ന് പറഞ്ഞാൽ എന്താ? ആവുക. അന്ധകാരം വീണുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഗെറ്റ് യൂസ് ചെയ്തിട്ട്? ഇറ്റ്സ് ഗെറ്റിംഗ് ഡാർക്ക്. ഇറ്റ്സ് ഗെറ്റിംഗ് ഡാർക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ഗെറ്റിൻ്റെ കൂടെ ING ഫോമും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഗെറ്റിംഗ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റൊരു ഉദാഹരണം നോക്കാം. ജോലി കഴിഞ്ഞ് ഞാൻ ക്ഷീണിതനാകുന്നു. I get tired after work. I get tired after work. ഇവിടെ ഇരുട്ടാവുക, ക്ഷീണിതനാവുക. അപ്പോൾ ഇവിടെ ആവുക എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്? ഗെറ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഗെറ്റിൻ്റെ മറ്റൊരർത്ഥമാണ് അണ്ടർസ്റ്റാൻഡ്. അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിലാവുക എന്നാണല്ലേ. അപ്പോൾ എങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഗെറ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? ഇതെങ്ങനെയാണ് നമ്മൾ ഗെറ്റ് ഉപയോഗിച്ച് ചോദിക്കുക? ഡിഡ് യു ഗെറ്റ് വാട്ട് ഐ സെഡ്? ഡിഡ് യു ഗെറ്റ് വാട്ട് ഐ സെഡ്? നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെങ്ങനെ പറയും? ഐ ഡോണ്ട് ഗെറ്റ് വാട്ട് യു മീൻ. ഐ ഡോണ്ട് ഗെറ്റ് വാട്ട് യു മീൻ. അപ്പോൾ നമ്മൾ ഇവിടെ ഗെറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്തത്? മനസ്സിലാവുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇനി നമുക്ക് ഗെറ്റിൻ്റെ അടുത്തൊരർത്ഥം നോക്കാം. ബ്രിങ് എന്നുള്ള വാക്കിന് പകരവും നമുക്ക് ഗെറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ ബ്രിങ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? കൊണ്ടുവരിക എന്നാണല്ലേ. അപ്പോൾ എങ്ങനെയാണ് ബ്രിങ് എന്നതിന് പകരം ഗെറ്റ് എന്ന വാക്ക് സെൻറ്റൻസിൽ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ദയവായി എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുതരൂ. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഗെറ്റ് ഉപയോഗിച്ചുകൊണ്ട്? പ്ലീസ് ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. പ്ലീസ് ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പുസ്തകങ്ങൾ കൊണ്ടുവരും. ഇതെങ്ങനെ ഗെറ്റ് ഉപയോഗിച്ച് പറയാ? ഐ വിൽ ഗെറ്റ് സം ബുക്സ് ഫ്രം മൈ ഹോം. ഐ വിൽ ഗെറ്റ് സം ബുക്സ് ഫ്രം മൈ ഹോം. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനിലും നമ്മൾ ഗെറ്റ് യൂസ് ചെയ്തത് കൊണ്ടുവരിക എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ബൈ എന്നുള്ള വാക്കിന് പകരവും ഗെറ്റ് യൂസ് ചെയ്യും.
ബൈ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? വാങ്ങുക എന്നാണല്ലേ. അപ്പോൾ ബൈ എന്നുള്ള വാക്കിന്റെ പകരം എങ്ങനെയാണ് ഗെറ്റ് യൂസ് ചെയ്യുക എന്നുള്ളത് സെന്റൻസ് കണ്ടിട്ട് നമുക്ക് പരിചയപ്പെടാം. നീ എവിടെ നിന്നാണ് ഈ ഡ്രസ്സ് വാങ്ങിയത്? Where did you get this dress from? Where did you get this dress from? എനിക്ക് പുതിയൊരു ഷൂസ് വാങ്ങണം. I want to get a new shoes. I want to get a new shoes. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിൾസിൽ നമ്മൾ ഗെറ്റിന്റെ അർത്ഥം എന്താ കണ്ടത്? വാങ്ങുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഗെറ്റ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അറൈവ്, റീച്ച് ഈ അർത്ഥങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടും ഗെറ്റ് ഉപയോഗിക്കാറുണ്ട്. എന്താണ് ഈ അറൈവ്, റീച്ച് എന്നൊക്കെ പറഞ്ഞാൽ? എത്തുക എന്നാണ് അർത്ഥം. അപ്പോൾ എങ്ങനെയാണ് എത്തുക എന്നുള്ള അർത്ഥത്തിൽ ഗെറ്റ് സെന്റൻസിൽ യൂസ് ചെയ്യുക? നോക്കാം. നീ എത്ര മണിക്ക് വീട്ടിലെത്തി? At what time did you get home? At what time did you get home? നമ്മൾ എപ്പോഴാണ് വിമാനത്താവളത്തിൽ എത്തുന്നത്? When do we get to the airport? When do we get to the airport? അപ്പോൾ ഇവിടെ ഗെറ്റ് യൂസ് ചെയ്തത് എന്തർത്ഥത്തിലാ? എത്തുക എന്നുള്ള അർത്ഥത്തിലാണ്. ക്യാച്ച് എന്നുള്ള അർത്ഥത്തിലും നമുക്ക് ഗെറ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാൻ പറ്റും. ക്യാച്ച് എന്ന് പറഞ്ഞാൽ എന്താ? പിടിക്കുക അല്ലെങ്കിൽ ബാധിക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു വാക്കാണ് ഈ ക്യാച്ച് എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ ആഴ്ച എനിക്ക് ജലദോഷം പിടിച്ചു. ഇതെങ്ങനെയാ ഗെറ്റ് ഉപയോഗിച്ച് പറയാ? I got a cold last week. I got a cold last week. ഇവിടെ നമ്മൾ ഗെറ്റിന്റെ പാസ്റ്റ് ഫോം ആയിട്ടുള്ള ഗോട്ട് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അവൻ പോലീസിനാൽ പിടിക്കപ്പെട്ടു. ഇതെങ്ങനെ പറയും? He got caught by the police. He got caught by the police. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനിലും നമ്മൾ ഗെറ്റ് യൂസ് ചെയ്തത് ക്യാച്ച് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിടിക്കുക, ബാധിക്കുക എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഹാവ് സംതിങ് ഡൺ, അതായത് എന്തെങ്കിലും ചെയ്യിപ്പിക്കുക. ഈ അർത്ഥത്തിൽ നമുക്ക് ഗെറ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഉദാഹരണം നോക്കാം. ഞാൻ എൻ്റെ കാർ നന്നാക്കിപ്പിച്ചു. നന്നാക്കി എന്നല്ല, നന്നാക്കിപ്പിച്ചു എന്നാണ്. അതായത് ഒരു കാര്യം ചെയ്യിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇതെങ്ങനെയാ ഗെറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുക? I got my car repaired. I got my car repaired. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. എനിക്ക് എൻ്റെ കാർ കഴുകിക്കേണ്ടതുണ്ട്. I need to get my car washed. I need to get my car washed. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനിലും നമ്മൾ ഗെറ്റ് യൂസ് ചെയ്തത് ചെയ്യിപ്പിക്കുക എന്നുള്ള മീനിങ്ങിലാണ്. അപ്പോൾ നമ്മൾ ഈ ഗെറ്റ് എന്നുള്ള വാക്ക് എത്ര അർത്ഥത്തിലാണല്ലോ യൂസ് ചെയ്തത്? ഏതൊക്കെ അർത്ഥത്തിലായിരുന്നു നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ലഭിക്കുക എന്നുള്ള അർത്ഥത്തിൽ യൂസ് ചെയ്തു. ആവുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഗെറ്റ് എന്ന വാക്ക് യൂസ് ചെയ്തു. അണ്ടർസ്റ്റാൻഡ്, അതായത് മനസ്സിലാവുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഗെറ്റ് എന്ന വാക്ക് യൂസ് ചെയ്തു. കൊണ്ടുവരിക എന്നുള്ള അർത്ഥത്തിൽ യൂസ് ചെയ്തു. വാങ്ങുക എന്നുള്ള അർത്ഥത്തിൽ യൂസ് ചെയ്തു. എത്തുക എന്നുള്ള അർത്ഥത്തിൽ യൂസ് ചെയ്തു. പിടിക്കുക അല്ലെങ്കിൽ ബാധിക്കുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഗെറ്റ് എന്ന വാക്ക് ഉപയോഗിച്ചു. എന്തെങ്കിലും ചെയ്യിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലും ഗെറ്റ് എന്ന വാക്ക് തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരിക്കൽ കൂടി പറയട്ടെ, ഈ സെന്റൻസുകളിലൊക്കെ ഗെറ്റിന് പകരം വേറെ ഏതെങ്കിലും വാക്ക് വെച്ചാലും നമുക്ക് ഇതുപോലെ സെന്റൻസ് കറക്റ്റായിട്ട് ഫോം ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ഗെറ്റിന് പകരം ആ വാക്ക് ഉപയോഗിച്ചൂടെ, ഈ വാക്ക് ഉപയോഗിച്ചൂടെ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ആ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ് പറയുന്നത്. നമുക്ക് മറ്റു വാക്കുകൾ ഉപയോഗിച്ചാലും ഈ സെന്റൻസ് ഒക്കെ ഫോം ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളിവിടെ പറഞ്ഞത് ഗെറ്റ് എന്നുള്ള ഒറ്റ വാക്ക് കൊണ്ട് ഇത്ര അർത്ഥത്തിലുള്ള സെന്റൻസുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. ഈ നേറ്റീവ് സ്പീക്കേഴ്സ് ഒക്കെ ഇംഗ്ലീഷിൽ ഒരുപാട് തവണ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഈ ഗെറ്റ് എന്നുള്ളത്. അത് നമ്മുടെ ഇംഗ്ലീഷ് കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ട് തോന്നിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗെറ്റ് എന്നുള്ള വാക്ക് ഏതൊക്കെ അർത്ഥത്തിലാണ് യൂസ് ചെയ്യാന്നാണ് പഠിച്ചത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.